ഹലോ, വെൽക്കം ടു സ്റ്റാർലറ്റ് ഷൈൻ. സോ ഇന്ന് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്, ഒരു ജേണൽ ഫ്ലത്രോ. ഞാൻ വലിയ പട്ടിഷോ ഓടിച്ചിട്ട് ഈ ഒരു കയറ് അഴിക്കാൻ നോക്കിയാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ കാരണം, അതായത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ചെയ്യാൻ കാരണം, കുറേ യൂട്യൂബ് ചാനൽസ് കണ്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ നീനു ഷാജി, പിന്നെ നമ്മുടെ കടൽ ക്ലൗഡ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇവർ വോയിസ് ഓവർ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. ആദ്യം എൻ്റെ പേര് അന്ന ജോണീസ് വേൾഡ് എന്നായിരുന്നു. പിന്നെ അത് അടിച്ച് വരുമ്പോൾ തന്നെ നേരം കുറയാവുന്നതുകൊണ്ട് സിമ്പിളായിട്ട് എനിക്കിഷ്ടമുള്ള നെയിമാക്കി സ്റ്റാർലറ്റ് ഷൈൻ. സോ അപ്പോൾ അങ്ങനെ ചെയ്തൊരു യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ പക്ഷെ എന്നാലും ലോ സബ്സ്ക്രൈബേഴ്സാണ്, എന്നാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കൂടിയെടുക്കണം. അപ്പം ഈ കടൽ ക്ലൗഡ് പോലെയൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു റൂം മേക്ക് ഓവർ, ഡ്രസ് മേക്ക് ഓവർ അങ്ങനത്തെയൊക്കെ ഇടാണ്. പിന്നെ വിചാരിച്ചു ഇതേപോലത്തെ കുറച്ച് കൊച്ചു കൊച്ചു വീഡിയോസ് ഇട്ടിട്ട് അങ്ങനത്തെ ചെയ്യാമെന്ന്. ഇപ്പോൾ തന്നെ ഞാനൊരു കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുത്ത് ചെയ്തതിൻ്റെ 3ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ക്ലേ മേക്കിംഗ് വീഡിയോസ്, പിന്നെ വാൾ ഡെക്കർ വീഡിയോസ്, അങ്ങനത്തെയൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശമൊക്കെ വരുന്നു സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ തന്നെ വളരെ ലോ സബ്സ്ക്രൈബേഴ്സാണ്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ കുറേ പേര് പറയാറുണ്ട് ഞാൻ പറയുന്ന സമയത്ത് ഭയങ്കര സ്പീഡാണ്, ഒരു സ്പീഡൊന്ന് കുറച്ചാൽ കൊള്ളായിരുന്നു. ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സ്പീഡ് കുറച്ച് സംസാരിക്കാൻ എനിക്കറിയത്തില്ല ആക്ച്വലി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പേജ് ഞാൻ പറഞ്ഞല്ലോ ജേണൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു ജേണൽ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു മിനി ബുക്കിലായിരുന്നു ഒരു ജേണൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലത്തെ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടാക്കി അവിടെ ഇവിടെ മാറി ഒട്ടിക്കാൻ തന്നായിരുന്നു അന്നത്തെ എൻ്റെ ജേണൽ. പിന്നെ ആ ഒരു ജേണൽ പിന്നെ അവിടെ തന്നെ വെച്ചു. പിന്നെ ഈ ഒരു ജേണലായി തീർന്ന സമയത്ത്, അതായത് ഈ ഒരു ജേണൽ തുടങ്ങിയ സമയത്ത് ആ ബുക്ക് എവിടെയോ മിസ്സിങ് ആയിപ്പോയി. പിന്നെ കിട്ടിയ സമയത്ത് അതിൻ്റെ പകുതി പേജും കീറിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല നല്ല പേജായിട്ടുള്ള ഒരു 4 പേജ് ഉണ്ടായിരുന്നു. ആ പേജിലുള്ള ഈ ഒരു ജേണലിലോട്ട് എടുത്തൊട്ടിച്ചു. അങ്ങനെയാണ് ഈ ഒരു ജേണൽ ഉണ്ടായത്, ആ ഒരു പേജ് ഉണ്ടായത്. പിന്നെ ഇതൊക്കെ എൻ്റെ കുറേ ആർട്ട് വർക്ക്സ്. അപ്പം ഈ ഒരു ജേണൽ കംപ്ലീറ്റ് ആയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പേജ് ഇനിയും ഒന്ന് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു പേജ് ചെയ്യുന്നില്ല, ഒട്ടിച്ചതാണ്. അപ്പോൾ ഞാനിപ്പം പുതിയൊരു ജേണൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു കുഞ്ഞ് ഡയറിയിലാണ്. അപ്പം ആ ഒരു ജേണൽ ചെയ്യുമ്പം ജേണൽ ചെയ്യുന്ന വീഡിയോ ഇടാമെന്ന് വെച്ചു. കാരണം ഈ ഒരു ജേണൽ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, ലാസ്റ്റ് എല്ലാം കൂടെ കഴിഞ്ഞ് ഫ്ലിപ്പ് ത്രൂ ആണല്ലോ ചെയ്യുന്നത്. ആ ജേണൽ കൊച്ചു ജേണലാണ്, അതായത് ദേശാഭിമാനിയുടെ ഡയറിയിൽ ചെയ്യുന്നതാണത്. അപ്പോൾ കുഞ്ഞു ജേണലായതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ചു. അതായത് ജേണൽ ചെയ്യുന്ന വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കുറേ നല്ല നല്ല പേജസ് ഉണ്ട്, പിന്നെ ചിലത് എനിക്കിഷ്ടമല്ലാത്ത പേജസ് ഉണ്ട്. അപ്പം മറ്റേ ഈ സ്റ്റാർലറ്റ് ഷൈനും നീനു ഷാജിയിലൊക്കെ ഞാൻ കാണുന്ന സമയത്ത് അവർ തന്നെ പറയാറുണ്ട് ഇത്രയും വലിയ വലിയ വീഡിയോസിലൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര മടുപ്പുള്ള കാര്യമാണെന്ന്. അതായത് എത്ര പറഞ്ഞതിന് സംഭവം തീരത്തില്ല അത്. അപ്പം ഞാൻ അന്നൊക്കെ വിചാരിച്ചു വലിയ തള്ളായിരിക്കും. ഇപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണല്ലോ എൻ്റെ കഷ്ടപ്പാട് മനസ്സിലായത്. ഇത് എത്ര നേരമായെന്നറിയില്ല ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓരോ സ്ഥലത്ത് എന്ത് പറയുന്നൊക്കെ ആലോചിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് സംഭവം ഞാൻ ജേണലിൻ്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു വൈറ്റ് ബോർഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ 2 കാലും വെച്ച് അതിൻ്റെ ഇടയിൽ മൊബൈൽ ഫോൺ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇത്രയും ഇതായിട്ടുള്ള ഒരു ജേണൽ എനിക്ക് ജേണൽ ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ പണ്ട്, അതായത് ഞാൻ ജേണൽ ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ജേണൽ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമായിരുന്നു. വെളി രാജ്യങ്ങളിലെ ആൾക്കാർ ജേണൽ ചെയ്യുന്ന വീഡിയോസൊക്കെ. അപ്പം അങ്ങനെ കണ്ട സമയത്ത് നെയ്ബർ എൻ്റെ അടുത്ത് ചോദിച്ചു ജേണൽ ചെയ്യാൻ ചേച്ചി, ജേണൽ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് ഞാൻ ജേണൽ ചെയ്താലും എന്ന് ആലോചിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ സപ്ലൈസൊന്നും അധികം ഇല്ല, ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള ജേണൽ സപ്ലൈസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് മടിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു പേജ്, അതായത് ഇൻവിസിബിൾ ഇൻകം എഴുതിയിട്ടുള്ള പേജിൽ അതൊരു പ്രത്യേക പേന കൊണ്ട് എഴുതിയതാണ്. പക്ഷേ ഇതെന്താ തീരുന്നില്ലല്ലോ, കുറേ നേരമായി. സോ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സംഭവം എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഡോറ ബുജി കേട്ടോ, എനിക്കിഷ്ടമല്ലാത്തൊരു ഇതാണ് ഡോറ ബുജി. പിന്നെ കുറച്ച് നെയിം സ്ലിപ്പ് ഇരിപ്പുണ്ട്, ഞാനത് യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് നോട്ടിച്ചത്. പിന്നെ എൻ്റെ സ്കൂളിൽ ചേച്ചിമാരുടെയൊക്കെ പേര് എഴുതിയിട്ട് അവരെന്നെ വിളിക്കുന്ന പേര് എഴുതിയതാണ്. പിന്നെ ഡിസംബർ 24 എൻ്റെ ബർത്ത്ഡേ. പിന്നെ ഒരു
ബ്രൗൺ തീം ജേർണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ഫ്ലവർ ഡേ എന്നൊക്കെ എഴുതിയിട്ട് കുറേ ഭ്രാന്ത് ഇത്ര തന്നെ. അപ്പം പിന്നെ ഈ ഒരു ജേർണൽ ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് ക്ലൗഡ് ആൻഡ് മീ. സ്റ്റാർലൈറ്റ് ഷൈൻ കഴിഞ്ഞിട്ട് എനിക്കൊരു പുതിയ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ക്ലൗഡ് ആൻഡ് മീ അങ്ങനെ ഒരു ജേർണൽ വീഡിയോ തുടങ്ങണമെന്നും കൂടെ ആഗ്രഹമുണ്ട്. സ്റ്റാർലൈറ്റ് ഷൈനിൽ ഇങ്ങനത്തെ വീഡിയോസും മറ്റേതിൽ അതായത് ക്ലൗഡ് ആൻഡ് മീയിൽ ഈ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ നോക്കട്ടെ. ഇതൊരു മെസ് വിൻറ്റേജ് ജേർണലാണ്. ബാക്ക്ഗ്രൗണ്ട് മെസ്സായിട്ടിരിക്കുന്ന രീതിയിലുള്ള ജേർണൽ. ഇതും വീണ്ടും ഏകദേശം നമ്മുടെ കത്തിച്ചിട്ട് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന പരിപാടി. ഭയങ്കര പാടാണ്. അത്ര നോക്കിയിട്ട് തീരുന്നില്ല. അങ്ങനെ ഇതൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് ചെയ്യുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേയിലൊക്കെ ഓരോരുത്തർ മുട്ടായാലും അമ്മയൊക്കെ പറഞ്ഞാൽ സ്ട്രീക്കും. അങ്ങനത്തെയാണ്. ഈ ഒരു പേജാണ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് അല്ല എന്നുള്ളത്. അങ്ങനെ ഇതെൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പേജ്. അങ്ങനെ എൻ്റെ ലാസ്റ്റ് പേജ്. ഇവിടെ ഞാൻ ജേർണലിന് വേണ്ടിയിട്ട് ഒരു കത്തൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ലവ് യു ജേർണൽ, ക്യൂട്ട് ജേർണൽ, യു ആർ ദ ബെസ്റ്റ് ജേർണൽ ഫ്രം ഫോർ മീ എന്നൊക്കെ കുറേ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യുമ്പം വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. ഡിന്നർ കഴിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതൊക്കെ കയറാത്തേ കയറി ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ബോർഡിൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. അതായത് നല്ലൊരു ക്യാമറ ഇല്ല. അപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ക്യാമറ ഒക്കെ മേടിക്കാമെന്ന് ശ്രമിക്കാം. നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.